വിഷയം ജാസ്മിൻ ജാഫർ ഗുരുവായൂർ റീൽസ്. നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ ജാസ്മിൻ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. ഈ വിഷയം വന്ന ആ രാത്രി തന്നെ എനിക്ക് കുറച്ച് പേര് ഫോർവേഡ് ചെയ്തു. ഞാൻ ജാസ്മിനോട് കാര്യം പറഞ്ഞു. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു, എടാ നോക്കാം നമുക്ക്, ഞാനങ്ങനെ ഇൻറ്റൻഷനലി ചെയ്ത കാര്യമൊന്നുമല്ല. ഓക്കെ, എനിക്കറിയില്ല അവിടെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പാടില്ല എന്നുള്ളൊരു ഹൈക്കോടതി നിയമമുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഞാനങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഈ നടപ്പന്തലിലൂടെ നടക്കുക അല്ലെങ്കിൽ അമ്പലം മൊത്തം കാണിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ആ വീഡിയോ നീ ഒന്ന് എടുത്ത് നോക്കുന്നു. ഞാൻ എടുത്ത് നോക്കി, സൈഡിലുണ്ട് വീഡിയോ. അതിനകത്ത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഇൻറ്റൻഷനലി ഒരു മതവികാരം വ്രണപ്പെടുത്താനോ അല്ലെങ്കിൽ ഹിന്ദുക്കളെ മൊത്തത്തിൽ അപമാനിക്കാനോ ക്ഷേത്രത്തിൽ അപമാനിക്കാനുള്ളതായിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നുമില്ല. നിയമം അറിയില്ല അല്ലെങ്കിൽ അവിടെ എഴുതി വെച്ച കാര്യങ്ങൾ നോക്കിയില്ല എന്നുള്ളത് ജാസ്മിൻ ജാഫറിൻ്റെ ഭാഗത്തുനിന്ന് വന്ന വലിയൊരു തെറ്റാണ്. ഓക്കെ, കാരണം നമ്മൾ ആസ് എ കോണ്ടൻറ് ക്രിയേറ്റർ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ചില സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കെയർഫുൾ ആവണം. നമ്മുടെ ക്യാമറാസ് എവിടെ തിരിയുന്നു, ആ തിരിഞ്ഞ സ്ഥലത്ത് ഇനി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, പ്രൊഹിബിഷൻസ് ഉണ്ടോ എന്നൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് നമ്മളെ കാര്യമാണ്. പ്രത്യേകിച്ച് ആരാധനാലയങ്ങളും അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടേ, വീഡിയോഗ്രാഫിയൊക്കെ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഏരിയാസൊക്കെ ഉണ്ട്. അവിടെ നിന്നൊന്നും എടുക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അത് അറിയാതെ ചെയ്തു പോയി എന്നുള്ളത് തെറ്റ് തന്നെയാണ്. അറിവില്ലായ്മ ഒരു വലിയ തെറ്റാണല്ലോ, തെറ്റ് തന്നെയാണ്. അങ്ങനെ ഞാൻ ഈ ഒരു വിഷയം അവിടെയുള്ള പോലീസുകാരോട്, ഓക്കെ, ഗുരുവായൂർ ടെമ്പിൾ പോലീസിനെ ഫോൺ വിളിച്ച് ചോദിച്ചു. അവർ പറഞ്ഞു, നമുക്ക് കേസായിട്ട് ദേവസ്വത്തിൽ നിന്ന് വന്നിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ ടേക്കപ്പ് നമ്മൾ ചെയ്യണോ വേണ്ടെന്നുള്ളത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് കോടതിയിലേക്ക് ഫോർവേഡ് ചെയ്യാവോ അധികം ചെയ്യാൻ പോകണം. ഓക്കെ, ഇതാണ് അവർ പറഞ്ഞത്. FIR ഇടില്ല, അവർ നേരെ കോടതിയിലേക്ക് കൊടുക്കും. അങ്ങനെ ആ ഒരു ഇഷ്യൂ അന്ന് രാത്രി വെരി നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ ആ കാര്യം അങ്ങനെ എനിക്ക് പേഴ്സണലായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് ആണല്ലോ, എൻ്റെ ഫ്രണ്ടാണല്ലോ, അവിടെ അങ്ങനെ തീർന്നു. പക്ഷേ മീഡിയാസ്, 1-2 മീഡിയാസ് ഏറ്റുപിടിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ജനൻ TV ഓബിയസ്ലി, പിന്നെ ഒരു സൈഡിൽ കൂടി കുറേ എന്താ പറയുക, ഹിന്ദുക്കളെ ഇങ്ങോട്ട് എന്താ പറയുക, ഞങ്ങളാണ് ഹിന്ദുക്കളുടെ നന്ദാന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ഞൊട്ടാപ്പി ചാനലുകളുണ്ട്. അവർ ഏറ്റുപിടിച്ച് കൊണ്ടു നടന്നു. പോലീസ് കേസ് എടുത്തില്ല, FIR ഇട്ടില്ല, വിഷയങ്ങളൊന്നുമില്ല. ജാസ്മിൻ ജാഫർ ഒരു സൈഡിൽ സ്റ്റോറിയിൽ മാപ്പും പറഞ്ഞു, റീലും ഡിലീറ്റ് ചെയ്ത് പരിപാടികൾ ഏകദേശം ക്ലോസ് ആയി എന്നുള്ള വഴിക്കാണ് ഉണ്ടായത്. ഇതാ നടക്കുന്നത് ശുദ്ധികലശം. ഈ ശുദ്ധികലശം വന്നപ്പോഴാണ് സത്യത്തിൽ എനിക്ക് ഈ ഒരു കോണ്ടന്റ് ചെയ്യണം തോന്നിയത്. ഫൈൻ, ഇപ്പം ഞാൻ വീഡിയോ ചെയ്യാതിരുന്നാൽ നീ നിൻ്റെ ഫ്രണ്ടിൻ്റെ സംഗതിയായപ്പോൾ നീ വീഡിയോ ചെയ്തില്ലേ എന്നുള്ള ചോദ്യം വരും. ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്താൽ നീ നിൻ്റെ ഫ്രണ്ടിനെ വിളിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി മുല്ലപ്പൂ ഏജൻ്റാണോ എന്നുള്ള ചോദ്യം വരും. എന്ത് വേണേൽ പറഞ്ഞു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്, ഞാനത് പറയും. ഫൈൻ, അപ്പോൾ ആദ്യം മുതലുള്ള ആ ഒരു ന്യൂസ് നമുക്കൊന്ന് കാണാം. ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ റീൽസ് ചിത്രീകരിച്ചതിന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫറിനെതിരെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പോലീസിൽ പരാതി നൽകി. പരാതി പോലീസ് കോടതിക്ക് കൈമാറി. വീഡിയോ ചിത്രീകരിക്കുന്നത് ഹൈക്കോടതി നിരോധനം ഏർപ്പെടുത്തിയ നടപ്പുരയിലും റീൽസ് ചിത്രീകരിച്ചെന്നാണ് പരാതി. ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ റീൽസ് ചിത്രീകരണം നടത്തിയ വിഷയത്തിൽ കേസെടുക്കാതെ പോലീസ് ഗുരുവായൂർ ദേവസ്വം നൽകിയ പരാതി കോടതിയിലേക്ക് കൈമാറിയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് ഈ വിഷയത്തിൽ കൈ കഴുകിയത്. അതീവ സുരക്ഷാ മേഖലയിൽ നടത്തിയ റീൽസ് ചിത്രീകരണം പോലീസ് ഗൗരവത്തോടെ കാണുന്നില്ല എന്ന ആക്ഷേപവും ഉയരുകയാണ്. ഇതിനിടെ നിരോധിത മേഖലയിലെ ചിത്രീകരണത്തിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫർ മാപ്പ് പറഞ്ഞ് തടിയൂരാനും ശ്രമം നടത്തുന്നുണ്ട്. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, എന്തായാലും പോലീസ് നടപടിക്കില്ല എന്ന സൂചനകൾ നൽകുന്നു. അതായത് യാതൊരു നടപടിയുമായി മുന്നോട്ട് പോകാൻ പോലീസ് മുതിരുന്നില്ല. പക്ഷേ ദേവസ്വം ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ റീൽസ് താരം, അതായത് ബിഗ് ബോസ് താരമാണ് അവർ, സോഷ്യൽ മീഡിയയിൽ നിരവധി ഫോളോവേഴ്സ് ഉള്ള വ്യക്തിയാണ് ജാസ്മിൻ ജാഫർ. ഇവർ ഈ വിഷയത്തിൽ മാപ്പ് പറഞ്ഞ് തടിയൂരിയാൽ അത് അവിടെ കൊണ്ട് തീരുമോ? ജാസ്മിൻ ജാഫറിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകുന്നത്. ഈ പരാതി ലഭിച്ചതിന് ശേഷം പോലീസ് ആദ്യഘട്ടത്തിൽ ഒന്നും ചെയ്തില്ല. യാതൊരു നടപടികളും സ്വീകരിക്കാതിരുന്ന പോലീസ് ഈ പരാതി പൊടുന്നനെ എടുത്ത് കോടതിയിലേക്ക് കൈമാറുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം അടക്കം നമ്മൾ SHOയുമായി ബന്ധപ്പെട്ടപ്പോൾ SHO പറഞ്ഞ മറുപടി, അതായത് ഇത് ഞങ്ങൾ കോടതിയിലേക്ക് കേസ്
കൈമാറി. തങ്ങൾക്ക് കിട്ടിയ പരാതി കോടതിയിലേക്ക് കൈമാറി. കോടതിയാണ് ഇനിയും എന്ത് ചെയ്യണം എന്ന് പറയേണ്ടത് എന്ന് പറഞ്ഞ് പോലീസ് പൂർണ്ണമായിട്ടും കൈയൊഴിയുന്ന ഒരു കാഴ്ചയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് വലിയ സുരക്ഷാ മേഖലയാണ്, അതീവ പ്രാധാന്യമുള്ള പ്രദേശമാണ്. അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിനും പരിസര പ്രദേശങ്ങൾക്കടക്കം സായുധ പോലീസ് കാവൽ നിൽക്കുന്ന പ്രദേശത്ത് എങ്ങനെ ഇവർ ഈ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് ഈ പരിപാവനമായിട്ടുള്ള കുളത്തിലിരുന്ന് റീൽസ് ചിത്രീകരിച്ചു എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി തുടരുകയാണ്. കാരണം കുറച്ച് നാളുകളായിട്ട് ഗുരുവായൂർ ക്ഷേത്രമായി ബന്ധപ്പെട്ട് ആ ഗുരുവായൂർ ക്ഷേത്രത്തെ വിവാദങ്ങളുടെ മുൾമുനയിൽ നിർത്തുന്നതിന് വേണ്ടി ചില ഗൂഢ ലക്ഷ്യങ്ങളുമായിട്ട് ചിലർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അവർ റീൽസിന്റെ രൂപേണ, വീഡിയോകളുടെ രൂപേണയൊക്കെ ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരങ്ങളിലും കറങ്ങി നടക്കുന്നു എന്ന് BJPയും ആരോപിക്കുന്നു. അതായത് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെയാണ് നമുക്ക് മാധ്യമങ്ങൾക്കടക്കം വിലക്കുള്ള സ്ഥലമാണ്, അതേപോലെ തന്നെ മൊബൈൽ ഫോണുകൾക്കടക്കം നിയന്ത്രണമുള്ളൊരു പ്രദേശമാണ് ഗുരുവായൂർ ക്ഷേത്രവും ആ ക്ഷേത്രത്തിനോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളും. പോലീസ് കേസെടുത്തില്ല. പ്രാഥമിക അന്വേഷണത്തിൽ അവർക്കൊരു ഗൂഢാലോചന, ഒരു അട്ടിമറി, അല്ലെങ്കിൽ എന്താ പറയുക, മനഃപൂർവ്വം ഇത് മതവികാരം വ്രണപ്പെടാൻ വേണ്ടി ചെയ്ത്, ഇതൊന്നും അവർക്ക് തോന്നിയിട്ടുമില്ല. അവർക്ക് അതിൽ അങ്ങനത്തെ ഒരു ആസ്പെക്റ്റ് കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ടാണ് അവരത് കോടതിയിലേക്ക് കൊടുത്തത്. പിന്നെ ഇത് ഭയങ്കര മറ്റേ രാജ്യദ്രോഹം, അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയുക, മതവികാരം വ്രണപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വം കാണിച്ച് ഫണ്ടഡായിട്ട് ജിഹാദി ഫണ്ട് മേടിച്ചു, പാകിസ്ഥാനിൽ നിന്ന് ഫണ്ട് മേടിച്ചു എന്നൊക്കെ പലരും ഇരുന്നിട്ട് വർത്താനം പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പല ഹിന്ദുക്കൾക്ക് വേണ്ടി എന്നുള്ള ചാനലിനകത്ത്. അങ്ങനത്തെ ഒരു ഐറ്റം ഒന്നും അല്ലേടി, അതൊന്നും അല്ല. മനസ്സിലായോ? പോലീസുകാർക്ക് ഇതിനകത്തൊരു പെറ്റി കേസ് പോലും എടുക്കാനുള്ള വകുപ്പ് ഇതിനകത്തില്ല. അവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് കോടതിയുടെ ഓൾറെഡി നിയമമുണ്ട്. സോ കോടതി അലക്ഷ്യത്തിന് വേണമെങ്കിൽ കേസെടുക്കാം. അതും കോടതി എന്താ പറയുന്നത് അനുസരിച്ച്. ഇതിൽ ഏറിപ്പോയാൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ച സമയത്ത് എനിക്കറിയാൻ കഴിഞ്ഞൊരു കാര്യം, ഈ പറഞ്ഞ ശുചീകരണ പരിപാടികൾ ചെയ്യുന്നുണ്ടല്ലോ, ആ പരിപാടികൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ പൈസ കൊടുക്കേണ്ടി വരും. അത് എത്രയാണെന്നുള്ളത് കോടതി പറഞ്ഞാൽ അതിൻ്റെ ആ പെനാൽറ്റി അടച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിന് ശുദ്ധി കലശത്തിന് വേണ്ടിയിട്ടുള്ള പൈസ എത്രയാണെന്നുള്ളത് കോടതി പറയും. അത് തന്നെ. അല്ലാതെ ഇതിന് മുകളിൽ പോലീസുകാർക്ക് ജാമ്യമില്ലാ വകുപ്പിൽ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അറസ്റ്റ് ചെയ്ത് തള്ളേണ്ട കാര്യമൊന്നും പോലീസിനില്ല എന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണ് അവർ കേസെടുക്കാത്തത്. പിന്നെ RSSന്, യുവമോർച്ചയ്ക്ക്, BJPക്ക്, ഹിന്ദു ഐക്യവേദിക്ക് ഇവരുടെയൊക്കെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ജാഫറാണല്ലോ. മനസ്സിലായില്ലേ? ജാസ്മിൻ മേനോനോ ജാസ്മിൻ നായരോ അല്ലാത്തത് കൊണ്ട്, ജാസ്മിൻ ജാഫർ ആയതുകൊണ്ട് ഇവർക്ക് എന്തായി, ഈ സാധനം കത്തിക്കണം. ഇവിടെ മതത്തിലുണ്ട്, മതത്തിൽ കിടന്നുറങ്ങി മതത്തിൽ പെടുത്ത് ജീവിക്കുന്ന കുറേ എണ്ണത്തിൽ ഈ മതം വിറ്റ് ജീവിക്കണം. അതാണ് ആവശ്യം. അല്ലാതെ ആ ഗുരുവായൂർ അമ്പലത്തിൽ അകത്തിരിക്കുന്ന ഉണ്ണിക്കണ്ണനും കൃഷ്ണനും ഒന്നും ഈ ജാസ്മിൻ ജാഫർ കുളത്തിലിറങ്ങിയാൽ എന്താ, നാളെ തോമസ് ഒന്ന് കുളത്തിലിറങ്ങിയാൽ എന്താ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഹുൽ കുളത്തിലിറങ്ങിയാൽ അവർക്ക് എന്ത് പോയി? ജാസ്മിൻ ജാഫർ ഈ കുളത്തിലിറങ്ങി കാല് വെള്ളത്തിൽ വെച്ചതുകൊണ്ട് അവിടുന്ന് അമ്പലത്തിനത് അകത്തുനിന്ന് കൃഷ്ണൻ ഇറങ്ങിയിട്ട് അപ്പുറത്തെ അമ്പലപ്പറമ്പ് കിടന്ന് 4 റൗണ്ട് ഓടിയോ? അതുകൊണ്ട് ഇറങ്ങിപ്പോയോ? ഇവന്മാരെന്ത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതോ ഇനി അമ്പലക്കുളത്തിലുള്ള മീൻ കംപ്ലൈൻറ്റ് ചെയ്താ? അയ്യോ, ആ ഹിന്ദുവായ മുസ്ലിമായ ജാസ്മിൻ ജാഫർ കാലിട്ടേ, അയ്യോ പോയേ, എൻ്റെ ശുദ്ധി പോയത്, മീൻ വന്ന് കംപ്ലൈൻറ്റ് ചെയ്താ? അതോ മീൻ അവിടുന്ന് ഓട്ട വിളിച്ച് പോയാ അടുത്ത കുളത്തേക്ക്? ഇവന്മാരൊക്കെ ഏത് ലോകത്ത് ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? 2025 തന്നെയല്ലേ ഇതൊക്കെ? ഇതിങ്ങനെ ഉണ്ട്. ഞാൻ ഹിന്ദുക്കളെ മാത്രമല്ല കേട്ടോ, ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഇതേപോലുള്ള ആചാരങ്ങളുണ്ട്. ഒരു സൈഡിൽ കൂടി സ്ത്രീയുടെ മഹിമ, സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണ്, ദേവിയാണ്, പെങ്ങളാണ്, സ്ത്രീയാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ കാല് കഴുകാനും സ്ത്രീയെ സംരക്ഷിക്കാനും സ്ത്രീക്ക് മാലടാനും അങ്ങനെ നടക്കുന്ന കുറേ ആചാരങ്ങളൊക്കെ ഹിന്ദു മതത്തിൽപ്പെട്ടവർക്ക് തന്നെ അറിയാം അല്ലേ? ഇതൊരു സ്ത്രീയല്ലേ? മുസ്ലിം ആയതുകൊണ്ട് ജാസ്മിൻ ജാഫർ സ്ത്രീ അല്ലാതാവുന്നില്ലല്ലോ. എന്തുവാടെ ഇത്? ഇവന്മാർ കുറേ എണ്ണങ്ങൾ ഇതേപോലെ ഡയലോഗ് അടിച്ചിറങ്ങിയിട്ടുണ്ട്. ജസ്ന സലീമിൻ്റെ വിഷയത്തിലാണ് ആദ്യമായിട്ട് ഈ നിയമം വന്നത്. അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ്. കാരണം ജസ്ന സലീം അവിടെ പോയിട്ട് കേക്ക് മുറിച്ചു, സംഗതികളുടെ തെറ്റാണ്. ജസ്ന സലീം ചെയ്തതും തെറ്റാണ്, ജാസ്മിൻ ജാഫർ ചെയ്തതും തെറ്റാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവിടെ പോകുന്ന ഓരോരുത്തരും ഈ തെറ്റ് ചെയ്യുന്നുണ്ട്. ഈ നടപ്പന്തലിൽ നിന്ന് എത്ര പേര് വീഡിയോ എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. ഈ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ആളുകളില്ലേ അവിടെ പോകുന്ന ഭക്തർ ഒരു നേരം വയ്യാതെ നടപ്പന്തലിൽ വന്നിരുന്ന അവരെ ആട്ടി ഓടിക്കാൻ ഇവന്മാർ വരാറുണ്ടല്ലോ ഇല്ലേ? അതൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ വഴിക്കച്ചവടം നടത്താൻ വേണ്ടി അവിടെ വന്നിരുന്ന അവരെ ആട്ടി ഓടിക്കാൻ ഇവന്മാർ വരാറുണ്ട്. പാവപ്പെട്ടവൻ്റെ ലൈനിൽ എന്തെങ്കിലും തിക്കും തിരക്കും ഉണ്ടായാലും അവിടെ നിന്ന് കഴിഞ്ഞാൽ അപ്പോഴും അവന്മാർ വരാറുണ്ട്. കാശാണ് മെയിൻ, മനസ്സിലായോ? ഒരു അമ്പലം അത് റൺ ചെയ്യുന്നവർക്ക് അവിടുത്തെ കാശാണ് മുഖ്യം. സെക്യൂരിറ്റിമാർ
ഇത്രയും കൊടൂര നമ്മളെത്ര കേസ് കേട്ടിട്ടുണ്ട്. ഈ 4-5 മാസം മുമ്പ് തന്നെ അവിടെ ഒരു ഉന്തും തള്ളും അടിപിടി നമ്മൾ കണ്ടതാണ്. സെക്യൂരിറ്റിമാർ ഗുണ്ടകളാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവന്മാരാരും കണ്ടില്ലേ ഈ ജാസ്മിൻ ജാഫർ വീഡിയോ എടുക്കുന്നത്? ആരും ശ്രദ്ധിച്ചില്ലേ? ഈ ജാസ്മിൻ ജാഫർ പോട്ടെ, എത്ര പേർ അവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. അതെന്താ പറയുക, വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണ്? അവർക്ക് വിൽക്കണം, എല്ലാം പൈസയാക്കണം. ബേസിക്കലി അതാണ് സെറ്റപ്പ്. അതായത് എന്തായാലും വേണ്ടില്ല, ദൈവത്തിൻ്റെ പേരിൽ പൈസ ഉണ്ടാക്കണം. ഇപ്പോൾ ഈ ശുദ്ധി കലശം എന്ന് പറഞ്ഞു പൈസക്കല്ലേ ചെയ്യുന്നത്. ഈ ശുദ്ധി കലശം ചെയ്ത് കഴിഞ്ഞ് എന്ത് സംഭവിക്കുക? കുളത്തിലെ വെള്ളം ഫുള്ള് വറ്റിക്കും. അത് മൊത്തത്തിൽ ശുദ്ധി കലശം കഴിയുമ്പോഴത്തേക്കും വായുവിലേക്ക്, അന്തരീക്ഷത്തിലേക്ക് ഇവാപ്പറേറ്റ് ചെയ്ത് പോയിട്ട് പുതിയ വെള്ളം വരും ഇതിനകത്ത്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെതാണ് തീരുമാനം. അഹിന്ദുവായ ജാസ്മിൻ ജാഫർ ഈ ക്ഷേത്രസ്കുളത്തിൽ എത്തുകയും അവിടെ കാൽ കഴിക്കുകയും റീൽസ് ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു. ഇത് ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനം തന്നെയായിരുന്നു. ആ സമയത്ത് ഗുരുവായൂർ അഡ്മിനിസ്ട്രേറ്റർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ടെമ്പിൾ പോലീസ് ഇവർ ഈ പരാതി സ്വീകരിക്കുകയും കോടതിയുടെ പരിഗണനയ്ക്കായി വെക്കുകയും ചെയ്തു. കോടതി നിർദ്ദേശപ്രകാരമായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ഈ പുണ്യാഹം നടത്താനും ശുദ്ധി വരുത്താനുമുള്ള ചടങ്ങുകളും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. കുളം ശുദ്ധി വരുത്തും. ക്ഷേത്രത്തിൽ 6 ദിവസത്തെ പൂജകളും ശീവേലിയും ആവർത്തിക്കാനും തീരുമാനമുണ്ട്. നാളെ രാവിലെ മുതൽ 18 പൂജകളും 18 ശീവേലികളും വീണ്ടും നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെ ഉച്ചവരെ ദർശനത്തിന് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ശുദ്ധി കലശം നടത്തി പുണ്യാഹം തളിച്ചു കഴിഞ്ഞാൽ തെറ്റിപ്പോയ കൃഷ്ണൻ തിരിച്ചു വന്നിട്ട് വിഗ്രഹത്തിൽ കയറിയിരിക്കും. ഏതെങ്കിലും ദൈവം പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു ഐറ്റം? എനിക്കറിയാൻ പാടില്ല. ഈ കുളം ഇപ്പോൾ ജാസ്മിൻ ജാഫർ കാല് കഴുകി എന്ന് പറയുന്ന കുളം, കാല് സോപ്പിട്ട് അവിടെ ഇരുന്ന് വരച്ച് കഴുകുന്നില്ലല്ലോ, പെഡിക്യൂർ ഒന്നുമില്ലല്ലോ ചെയ്തതാണോ? അതിന് മാനിക്യൂർ പെഡിക്യൂർ എന്താ പറയാന്ന് എനിക്കറിയില്ല, ഞാൻ ചെയ്യാറില്ല. ആ സാധനമാണോ ചെയ്തല്ലോ? അവിടെ എന്താ ഉണ്ടായേ? ജാസ്മിൻ റീലെടുക്കാൻ പോയി കുളത്തിനകത്ത് കാലിട്ടു, കുറേ മഞ്ചാടിക്കൂലി എടുത്ത് ഇങ്ങനെ ആക്കി. ഇനി മഞ്ചാടിക്കൂലിനെ അപമാനിച്ചു. മറ്റേ ഇതുണ്ടല്ലോ മയിൽപ്പീലി, ജാസ്മിൻ ജാഫറിൻ്റെ കയ്യിൽ മയിൽപ്പീലി പറിച്ചെടുത്ത കേസിൽ ഇനി കേസ് വരും വനംവകുപ്പ്. അതും ചിലപ്പോൾ വരുന്നുണ്ടോ ജാസ്മിന്? പറയാൻ പറ്റില്ല. നാളെ അതും ചിലപ്പോൾ സംഭവിക്കാം. അതൊക്കെ ചെയ്യും, പറയാൻ പറ്റൂല. അങ്ങനെയൊക്കെ ടീമുകളാണ്. എത്ര ആളുകളാ അമ്പലക്കുളത്തിൽ ചിലപ്പോൾ കുളിക്കുകയില്ല, കുളത്തിൽ വന്ന് ചാടും. ചിലപ്പോൾ കുളത്തിൽ കിടന്ന് പെടുക്കും. എന്തൊക്കെ പരിപാടികൾ കാണിക്കും. ഈ വന്നവനും പോയവനൊക്കെ ആരാ എന്താ? ഇത് ജാസ്മിൻ ജാഫർ ആയതുകൊണ്ടും ഇവിടെ ഫെയിം ആയതുകൊണ്ടും ഒരു അഹിന്ദു ആയതുകൊണ്ടും സംഗതി കത്തിക്കണം. പിന്നെ ഈ വീഡിയോഗ്രാഫിയുടെ കാര്യം പറയുന്നത്, ഒരു ദൈവത്തിന് മുന്നിൽ എല്ലാവർക്കും ഒരേ നിയമമാവട്ടെ. കല്യാണത്തിന് വരുമ്പോൾ ഒരു സ്ഥലത്ത് വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാൻ പാടില്ല. അവിടെ വെച്ച് കല്യാണം നടത്താൻ പാടില്ല. അങ്ങനെയാണ്. ഇത് കല്യാണത്തിന് ദേവസ്വത്തിന് കാശ് കിട്ടും. അവിടെ വെച്ച് കല്യാണക്കാർക്ക് വീഡിയോ എടുക്കാം. കാറ് പൂജിക്കാനാന്ന് പറഞ്ഞാൽ നടപ്പന്തലിനകത്ത് കയറ്റിയിട്ട് പൂജിക്കുന്ന അതിൻ്റെ വീഡിയോ ഫോട്ടോസ് എടുക്കാം. അതൊന്നും വിഷയമല്ല. തുലാഭാരം നടത്താമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് അതിൻ്റെ വീഡിയോ എടുക്കാം. അപ്പോൾ ദൈവത്തിന് കാശ് കൊടുത്ത് പണ്ടുന്ന പരിപാടികൾക്കൊക്കെ വീഡിയോ എടുക്കാൻ നിങ്ങൾ എടുത്ത ഒരു കുഴപ്പമില്ല. ഇത് ഏത് ദൈവമാണ് പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ ദൈവമല്ല ഇവിടുത്തെ പ്രശ്നം. ദൈവത്തിന് ഉണ്ടാക്കി ഈ മനുഷ്യന്മാർക്കാണ് സീൻ. കാശ് ഏതെങ്കിലും വഴിക്ക് പിഴിഞ്ഞുണ്ടാക്കണം. ഇപ്പോൾ ജാസ്മിൻ ജാഫർ കുളത്തിൽ കാലിട്ടിട്ട് വീഡിയോ എടുക്കാതെ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഒരു വഴിപാട് കഴിക്കാനോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും എന്തിനോ വേണ്ടിയിട്ട് ഒരു കാശ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം സെറ്റാണ്. അതാണ് ഇവിടെ പൈസയാണ് മുഖ്യം. അല്ലാതെ ഈ പറഞ്ഞ ബാക്കി പരിപാടികളൊന്നും അല്ല. പുണ്യം മറ്റത് മറിച്ചത് ഇതൊന്നും അല്ല സ്കീം ഇതിനകത്ത്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യമുണ്ട്. ഈ ഗുരുവായൂർ അമ്പലത്തിന് തന്നെ ഇതിന് മുന്നേ വിഷയം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സാധാരണക്കാർക്ക് ഒരു വഴി, VIP ഒരു വഴി, കാശ് കൊടുത്താൽ കൂടുതലായിട്ട് ചന്ദനം കൊടുക്കുക, അല്ലെങ്കിൽ കാശ് കൊടുത്തവന് കുറച്ചുകൂടി ഈസി ആയിട്ട് കയറി പോകാൻ പറ്റുന്ന പരിപാടി. എല്ലാവരും തുല്യരായിട്ടുള്ള ദൈവത്തിന് മുന്നിലാണ് ഈ പറഞ്ഞ പൈസ കൊടുത്തുള്ള സെറ്റപ്പൊക്കെ അവന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ കുറേ എണ്ണങ്ങൾ ഓടി വരും. ഹിന്ദുവിൻ്റെ കാര്യം ഹിന്ദു നോക്കും, മുസ്ലിമിൻ്റെ കാര്യം മുസ്ലിം നോക്കും. ഇത് ഞാൻ നോക്കണമെന്നത് കുറേ മുസ്ലിം മതവിശ്വാസികളുണ്ട്. കാരണം അവരിതിൽ മിണ്ടുന്നില്ല. ക്രിസ്ത്യൻ മതവിശ്വാസികൾ അവർ വിശ്വാസികളായില്ല, ഒരു മതത്തിൽപ്പെട്ട വിശ്വാസി എക്സ്ട്രീം വിശ്വാസമുള്ളവർ ഇതിൽ മിണ്ടില്ല. കാരണം എന്താ അറിയുമോ? നാളെ അവർക്ക് പണിയാണ്. കാരണം ഇതിലെന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ പള്ളിയിൽ നിങ്ങൾ നിസ്കരിക്കാൻ ആണും പെണ്ണും ഒപ്പം നിസ്കരിക്കാൻ പറ്റുമെന്നുള്ള ചോദ്യം തിരിച്ചു വന്നു കഴിഞ്ഞാൽ മൂഞ്ചിപ്പോവും. അതുകൊണ്ട് അപ്പോൾ ഒന്നും മിണ്ടില്ല. പള്ളി മുറ്റത്ത് പോയിട്ട് റീൽസ് എടുക്കാൻ നിങ്ങൾ സമ്മതിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ അച്ഛന്മാർ ഇതിന് മുന്നേ ഇതിനു വേണ്ടി വീഡിയോ ഇട്ടതും കുറേ കംപ്ലയിൻറ്റ് ഉണ്ടാക്കിയതുമാണ്. പള്ളി മുറ്റത്ത് റീൽസ് പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരും മൂഞ്ചും നാളെ ഈ റീൽസിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ വിശ്വാസമാവാം, മനുഷ്യനാണ്. മനുഷ്യന് വിശ്വാസങ്ങളൊക്കെ അവനാലൊരു എന്താ പറയുക, ഒരു സെൽഫ് ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ വിശ്വാസങ്ങൾ കൊണ്ടു നടക്കാം. അല്ലാതെ ഈ വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞ സംഗതി ഇങ്ങോട്ട് എന്താ പറയുക, ഒരുമാതിരി ബിസിനസ്സാക്കി വിടുമ്പോണ്ടല്ലോ, അത് കാണുമ്പോൾ സഹിക്കുന്നില്ല സത്യം പറഞ്ഞാൽ. ഇനിയിപ്പോൾ ഈ പറഞ്ഞ വിശ്വാസങ്ങളും ഈ പറഞ്ഞ വിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കളോടാണ് ഞാൻ ചോദിക്കുന്നത്,
എന്തായിരുന്നു ഒരു 10-40 കൊല്ലം അല്ലെങ്കിൽ ഒരു 30 വർഷം 40 വർഷം ബാക്കിൽ ഇവിടുത്തെ അവസ്ഥ എന്താ? ഈ പറയുന്ന ഏതെങ്കിലും വിശ്വാസികളുടെ, ഹിന്ദു വിശ്വാസികളുടെ തന്നെ പൂർവികർക്ക് പലർക്കും ഈ അമ്പലത്തിൽ പോകാൻ പറ്റുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നോ? അന്നും ഈ അശുദ്ധി, അയിത്തം, തൊട്ട് തീണ്ടായ്മ, അകറ്റി നിർത്തൽ, ഈ സംഗതികൾ ഉണ്ടായിരുന്നില്ലേ? ഇല്ലേ? അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നിന്നല്ലേ മാറി ഇങ്ങോട്ട് വന്ന് എന്നിട്ട് ഇപ്പോഴും ഇതേ സാധനം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് അന്യമതസ്ഥൻ, ഇത് നാളെ ചിലപ്പോൾ മാറും. ഇവന്മാർ ഈ മൊത്തത്തിൽ ഈ ഭരണം കയ്യിലെടുക്കുമ്പോൾ വീണ്ടും പഴയ സ്ഥിതിക്ക് പോയില്ല എന്ന് ആരും കണ്ടു? ഒരു മാറ്റം വേണ്ട ഇതിനൊക്കെ. നിങ്ങൾ ആ ഒരു സ്ത്രീയുടെ അവസ്ഥ ആലോചിച്ച് നോക്കുക. ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീയായിട്ട് നിങ്ങൾ കാണും, ഒരു മനുഷ്യൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാൻ കാരണം അശുദ്ധി വന്നു എന്നൊരു സ്ത്രീക്ക് തോന്നുക, അല്ലെങ്കിൽ ഒരു പുരുഷന്, സ്ത്രീ വിടുക, ഒരു പുരുഷന് തോന്നുക, ഒരു മനുഷ്യന് തോന്നുകയാണ് ഞാൻ കാരണം ഒരു സ്ഥലത്ത് ശുദ്ധി പോവുക, അശുദ്ധിയാവുക. അപ്പം ഞാൻ എന്താ അത്ര അഴുക്കുക, ഞാൻ എന്താ അത്ര മോശ? ഇത് തോന്നിക്കഴിഞ്ഞാൽ ഒരാൾക്ക് ലൈഫ് തന്നെ മതിയാവാൻ ഇതിലും വല്ലതും വരണം എന്നൊന്ന് ആലോചിച്ച് നോക്കി. ഇല്ലേ? നമ്മൾ പോയിട്ട് എവിടെയെങ്കിലും തൊടുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് എവിടെയെങ്കിലും നിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് നമ്മൾ ചെയ്ത് അതിൻ്റെ പേരിൽ ഒരു 5-6 ദിവസം ഫുള്ള് ശുദ്ധികലശം നടത്തുക, അവിടെ അടിച്ചു വാരി തുടങ്ങുക. കാരണം എന്താ? നമ്മളെ അശുദ്ധിയാണ് എന്നുള്ളത് ആ രീതിയിലല്ലേ കാര്യങ്ങൾ പോണേ. ഇത് കാണുന്ന ജാസ്മിൻ്റെ അവസ്ഥ എന്താ? അതൊക്കെ ഭയങ്കര എന്താ പറയുക, വൃത്തികെട്ട പരിപാടി എന്നല്ലാതെ ഇതിനൊന്നും എനിക്ക് കൂടുതൽ പറയാനില്ല. വെറും വൃത്തികേട്, ചെറ്റത്തരം എന്നേ പറയാനുള്ളൂ. ഇതൊക്കെ എന്താ പറയുക, ഈ വിഗ്രഹങ്ങൾക്ക് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാത്തിനും വെട്ടി നിരത്തിയിട്ടുണ്ടാവും. കൃഷ്ണനും ശിവനും അയ്യപ്പനുമായിട്ടുള്ള സർവത്ര ആളുകളും ഒന്ന് വെട്ടി നിരത്തും. ഹിപ്പോക്രസീൻ്റെ ഒരു എൻഡ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. അവിടെ ശബരിമലയിൽ അയ്യപ്പനെ പാടി ഉറക്കാൻ ഹരിവരാസനം പാടാൻ യേശുദാസ് വേണം, കയറിക്കൂട. അതാണ് ഇവിടുത്തെ മത നിയമങ്ങൾ, മനസ്സിലായില്ല? അതാണ് ഇവിടുത്തെ മത നിയമങ്ങൾ. അങ്ങനെയൊക്കെ മത നിയമമുള്ളൊരു നാടിൻ്റെ ഒരു അവസ്ഥ, അതും ഈ കാലഘട്ടത്തിലൊക്കെ ഇപ്പോഴും ഈ മത നിയമങ്ങൾക്ക് എന്താ പറയുക, ചിട്ടപ്പെട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ വരുന്ന ആളുകളുടെ ഒരു ഗതികേടാണ് ഞാൻ അല്ലെങ്കിൽ വിശ്വാസികളായിക്കോ, വിശ്വാസമായിക്കോ, ദൈവവിശ്വാസം എല്ലാം ആയിക്കോ. പക്ഷെ ആ ദൈവവിശ്വാസത്തിനകത്ത് നിങ്ങളെ ചൂഷണം ചെയ്യാനും അതിൽ നിന്ന് ബിസിനസ് കാണാനും നിങ്ങളെ തമ്മിലടുപ്പിക്കാനും ഇവിടെ ആൾക്കാരില്ലേ? അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലല്ലോ. ഏതെങ്കിലും ഒരു ദൈവം പറഞ്ഞത് എന്ന് നിങ്ങളിലേക്ക് എത്തുന്ന, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് നിങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഏത് ദൈവയുടെ കാശ് മേടിച്ച് ഒരാൾക്ക് പുണ്യം കൊടുക്കുക? ഇതിൻ്റെ കേട്ട് കേൾവി പോലും ഇല്ല. ഒരു ദൈവവും ഒരു ഖുറാനിലോ ഒരു പുസ്തകത്തിലോ ഒരു ഭഗവത്ഗീതയിലോ ഒരു ബൈബിളിലോ എഴുതി വെച്ചിട്ടില്ല ഞാൻ കാശ് വാങ്ങി പുണ്യം തരുന്ന ഒരുത്തനാണ്, അല്ലെങ്കിൽ വേറൊരു മതത്തിൽപ്പെട്ട ആൾ എന്നെ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ അശുദ്ധിയാവുന്ന ഒരുത്തനാന്ന് എവിടെങ്കിലും ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അതെന്താ പറയുക, മനുഷ്യനെ വേർതിരിച്ച് കാണാൻ ഏത് ദൈവമാണ് നിങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്? ഏത് ദൈവമാണ് മനുഷ്യനെ വേർതിരിച്ച് കാണാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്? ഒരു ദൈവം പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെയുള്ള ദൈവങ്ങളുള്ള ഒരു നാട്ടിൽ അങ്ങനത്തെ ഒരു ദൈവത്തിൻ്റെ കോൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു മതവും ദൈവവും കോൺസെപ്റ്റ് ഇപ്പം വന്ന് നിൽക്കുന്ന എങ്ങനെയാണ്? മനുഷ്യന്മാരെ തമ്മിൽ തല്ലിക്കുക എന്നുള്ള അവസ്ഥയിലാണ്. പശുവിനെ കൊണ്ടുപോകാൻ പറ്റില്ല, പശു അമ്മ. കാളനെ കൊണ്ടുപോയാൽ ഇന്നത്തെ കോമഡി അതിലേറെ കോമഡി. കാള എന്താ ശിവൻ്റെ വാഹനമാണെന്ന് പറഞ്ഞിട്ട് യുവമോർച്ചയ്ക്ക് കോൺഗ്രസ്സുകാരെ വഴി തിരിച്ചടി. അല്ലേ, എവിടെ നോക്കിയാലും മതം കുത്തിക്കലർത്താനുള്ള ഐറ്റമുകൾ ഇവർക്ക് കിട്ടുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പം മതം മാത്രം നോക്കിയിട്ട് നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഒരാളെ ചൂഷണം ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ച് പേരെ തമ്മിൽ തല്ലിക്കാനോ നോക്കിക്കഴിഞ്ഞാൽ ഈസിയാണ് ഈ നാട്ടിൽ. സമ്പൂർണ്ണ സാക്ഷരത, സമ്പൂർണ്ണ സാക്ഷരത എന്ന് പറഞ്ഞ മലയാളികളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു. 2025 ഒരു സ്ത്രീ പോയിട്ട് ഒരു കുളത്തിൽ കാലിട്ട്, ഓക്കെ വീഡിയോ എടുത്തത് ഞാൻ പറഞ്ഞല്ലോ തെറ്റാണ്, അതിനുള്ള എന്താ പറയുക മാപ്പ് അവർ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ആ സ്ത്രീ ഇപ്പം അനുഭവിക്കുന്ന, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആ സ്ത്രീ അനുഭവിക്കുന്ന ഒരു തരം അധിക്ഷേപം നിങ്ങളതൊന്ന് ആലോചിച്ച് നോക്കുക. അവർ ഒരു ആസ് എൻ ഇന്ത്യൻ സിറ്റിസൺ ഇവിടെ പ്രകടമായിട്ട്, അതായത് പബ്ലിക്കായിട്ട് ഒരു അമ്പല കമ്മിറ്റിയും പറയണം അവർ അശുദ്ധിയാണ് എന്നുള്ളത്. പിന്നെ എന്ത് ഇക്വാലിറ്റീനെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്? എന്ത് സ്ത്രീ സംരക്ഷണം അവിടെ ഉള്ളത്? ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾ എവിടെ? ഒരാൾക്കൊന്നും പറയാനില്ലേ? ഒരു സ്ത്രീനെയാണ് ഇവിടെ അശുദ്ധി എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ പേരും പറഞ്ഞിട്ട്. ദൈവം ഇറങ്ങി എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ ചോദിച്ച പോലെ ജാസ്മിൻ ജാഫർ കാലിട്ടപ്പോഴത്തേക്കും ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് കൃഷ്ണൻ ഇറങ്ങി 2 റൗണ്ടുകൾ ഓടി. ഈ കൃഷ്ണൻ തിരിച്ചു വരില്ല, ഈ ദേവപ്രശ്നം വെക്കേണ്ടി വരുന്ന. എന്ത് ഗതികേടാണോ ഈ നാട്ടിൽ? ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഞാൻ പറയുമ്പോൾ ഇനി വെളുപ്പിക്കാനെന്ന് പറഞ്ഞ കുറേ ആൾക്കാർ വരും. ഈ ജാസ്മിൻ്റെ ഭാഗം പറഞ്ഞതുകൊണ്ട് എനിക്കൊരു വിഷയമുള്ള, ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്, ഇനിയും കേൾക്കാൻ ഞാൻ റെഡിയാണ്, മനസ്സിലായോ?
ഇത് ജാസ്മിൻ നല്ല നാളെ ആർക്കാണെങ്കിലും ഈ വിഷയം വന്നത്. ഇപ്പോൾ ജസ്ന സലീമിൻ്റെ വിഷയത്തിൽ ഞാൻ സംസാരിച്ചൊരു വ്യക്തിയാണ്. ജസ്ന സലീമിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയാം, അവർക്ക് പ്രശ്നങ്ങൾ വരും, അവർക്ക് സീനുകൾ വരും, അവർക്ക് മുൻകൂട്ടി അറിയാം. അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ഓൾറെഡി ഇത് തിരിഞ്ഞിട്ടുണ്ട്, ഈ ഹിന്ദു കമ്മ്യൂണിറ്റികൾ എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട് അവർ. എന്നാലും അവർ ചെയ്യുന്നുണ്ട്, അവർ ചെയ്തു. ഇതിപ്പോൾ അങ്ങനത്തെ ഒരു കേസ് പോലും ഇതിലില്ല. ജാസ്മിൻ്റെ കേസിൽ അതുപോലും ഇല്ല. പിന്നെ ഇതൊന്നും അറിയാതെ എത്ര പേരവിടെ വന്നിട്ട് പോകണം. ഇവർക്ക് ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ അവിടെ ആരാ വന്നിട്ട് പോകണമെന്നുള്ളത്? ഞാൻ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് ചോദിക്കുക, നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? മെഷീൻ വല്ലതും വെച്ചിട്ടുണ്ടോ? അതോ ദൈവം അവിടെ വല്ല സ്പെഷ്യലായിട്ടുള്ള വല്ല സെറ്റപ്പും ഒരുക്കി വെച്ചിട്ടുണ്ടോ? ഹിന്ദു കയറി മുസ്ലിം കയറി അവിടെ എത്ര ആൾക്കാർ വന്നു പോകുന്നുണ്ടാവും അവിടെ. ഇതേപോലെ ഇപ്പം ആഗ്രഹമുള്ളവരുണ്ടാവും ഒരു ഹിന്ദു അമ്പലം കാണാൻ. ചിലപ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിമോ ഹിന്ദു അവിടെ കയറി കഴിഞ്ഞാൽ എങ്ങനെ പറയാൻ പറ്റും? അതൊക്കെ നടക്കുന്നുണ്ടാവില്ല അവിടെ. ഇത് പ്രത്യക്ഷത്തിൽ ജാസ്മിൻ ജാഫറാന്ന് മനസ്സിലായി കേസായി. കൊള്ളാം എന്താണെന്നുണ്ടെങ്കിലും ഇത് ഇങ്ങനെ ഈ നൂറ്റാണ്ടിലും ഈ കാലഘട്ടത്തിലും ഇതൊക്കെ ആലോചിച്ച് നടക്കുന്ന കുറേ എണ്ണങ്ങൾ. അതിൻ്റെ പേരിലിപ്പോൾ എന്താ പറയുക, ഇത് ശരിക്കും ഇന്ത്യൻ നിയമപ്രകാരം ഒരു സ്ത്രീയെ അപമാനിക്കുകയാണ് ശരിക്കും ഇവിടെ ചെയ്യുന്നത്. ഒരു സ്ത്രീയെ അവളുടെ എന്താ പറയുക, ഒരു സ്ത്രീ പരിശുദ്ധയാണ്, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ഒരു പരിശുദ്ധിയുണ്ട്. ഒരു അമ്മ എന്നാണല്ലോ പറയില്ല, ഒരു സ്ത്രീ, അമ്മ, പെങ്ങള്. സ്ത്രീ എന്ന് പറഞ്ഞാൽ വലിയ, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രിസർവ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ഇന്ത്യൻ ജനത അല്ലേ, നമ്മൾ ഡെമോക്രസി. ആ സ്ത്രീയെ പബ്ലിക്കായിട്ടാണ് ഒരു ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അവൾ അശുദ്ധി എന്ന് പറയുന്നത്, അവൾ അശുദ്ധിയാക്കി എന്ന് പറയുന്നത്. ചെറ്റത്തരല്ലേ കാണിക്കുന്നത് ഒരു ദൈവത്തിൻ്റെ പേരും പറഞ്ഞു.